ഇതാരാ അവിടെ കൊണ്ടുവന്നേ? ആരാന്നറിയില്ല സാർ. ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആരോ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതാ. ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു ടവറും കുറെ രൂപയും. സാറേ, ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല. 10-ാം തീയതി രാവിലെ സിറ്റിയിൽ ഏതെങ്കിലും ഒരു ടവർ ബോംബ് വെച്ച് തകർക്കുന്നു തന്നെ. അപ്പൊ നോട്ടിന്റെ ചിത്രോ? പിന്നെ പൈസ ചെലവാക്കാണ്ട് ബോംബ് കിട്ടോ? എത്ര പൈസയാലും സംഭവം നടത്തുന്നു തന്നെയാ. ഇതിപ്പോ ഏത് പോലീസുകാരനും മനസ്സിലാകുന്ന ഭാഷ അല്ലേ? എടോ, ഈ ടവറിന്റെ പടം ഉണ്ടെന്ന് കരുതി അത് ടവർ തന്നെ ആണെന്നുണ്ടോ? അക്കാര്യത്തിൽ ചതിവുണ്ടാവില്ല. ഈ കള്ളന്മാര് പൊതുവെ സത്യസന്ധരായിരിക്കും. ഇയാൾ എവിടുന്ന് വന്നത്? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ ടവറിന്റെ പടം കണ്ട ഉടനെ ഗോപുരം ചിട്ടി ഫണ്ട്സ് ആണ് കള്ളൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? സർ, ടവറുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനൊരു സൂചന വരില്ലല്ലോ. എന്തുകൊണ്ട് തന്നുകൂടാ? ലൂസി പറയാറുള്ളത് പോലെ കോമൺ സെൻസ് ഇല്ലാത്തവരാണ് ഇവിടെ പലരും. ഒരു കാര്യം ചെയ്യും, സിറ്റിയിലുള്ള എല്ലാ ടവറുകൾക്കും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തണം. സർ, പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം ആദ്യം. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 2 പോലീസുകാരെ ആ ചിറ്റ് ഫണ്ട്സിന് ഒന്ന് നിർത്തിയേരെ. അതല്ല സർ. ഡോണ്ട് കൺഫ്യൂസ് മീ. ദേവസി എവിടുന്നാ? ഞാൻ കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നു. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമകൃഷ്ണൻ. ഇവിടെ പറഞ്ഞിരുന്നു. വരൂ, ഇരിക്കൂ. നമസ്കാരം. നമസ്കാരം. നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളും കേട്ടിട്ടുണ്ടെന്നാ തോന്നണേ. റിട്ടയർ ചെയ്യുമ്പോ രാമ സാർ എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ചാണ്ടിച്ചനും ഞാനും പണ്ട് മുതലേ ക്ലോസ് ഫ്രണ്ട്സാ. മൂപ്പരോട് അടുക്കുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. എന്തൊരു ആത്മാർത്ഥയാണ്. അപ്പോ മുഖവരില്ലാതെ കാര്യം പറയാം. ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ നേരിട്ട് വന്നത്. നന്നായി, വളരെ നന്നായി. എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ഉറപ്പിലാ എന്റെ പണം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോഴേ ആ ഇരിക്കണ അപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്റെ അപ്പന്, അപ്പന്റെ അപ്പനായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി. അപ്പനായിട്ട് അതിനെ വളർത്തി, നമ്മളായിട്ട് അതിനെ ഒന്നും കൂടെ വളർത്തി. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടില് സാധാരണക്കാർക്ക് ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. എന്നാ പണവുമായി ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് വരാം. റോസിയെ, രാമൻ സാറ് ചായ എടുത്തോ? സാരമില്ല, ചായ കുടിച്ചോ. നമുക്കൊരു ഭാര്യയുണ്ട്, നല്ല അസല് പോത്തണ്. മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞോളൂ. ദേവസി പറഞ്ഞാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? നല്ല കാര്യായി. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല. ബാങ്ക് കൊള്ളടിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് കാലത്ത് തൊട്ട് നിൽക്കണം നിപ്പണ്. പൂമക്കത്ത് കിട്ടിന്റെ അത്രേ. നമ്മളിത് എത്ര കണ്ടതാണ്. വിമാനത്തിലും തീവണ്ടിയിലൊക്കെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാറുണ്ടല്ലോ. എന്നിട്ടൊരു ഓലപ്പട കൂടി പൊട്ടുന്നില്ല. എന്റെ സംശയം അതല്ല ദേവസ്വം. എന്തുകൊണ്ട്? ആ ഇൻസ്പെക്ടർക്ക് 2 എല്ല് കൂടുതലാ. ഇവിടെ പലരും വരുന്ന സ്ഥലമല്ലേ, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള വേലയായിരിക്കും. അതായുള്ള മനസ്സിലിരിക്കുള്ളൂ. എന്നാലും അത്താഴം മുടക്കാൻ നീർക്കോലി പോരെ? അത്താഴം മുടക്കാൻ അങ്ങോട്ട് വരട്ടെ. എടോ, ഈ കേരളം എന്ന് പറഞ്ഞത് ഈ സിറ്റിയിൽ മാത്രം ഒതുങ്ങണമല്ല. ഇവിടെ ഉള്ളവരുടെയൊക്കെ ഹെഡ് ഓഫീസ് തെക്കാണ്. അവിടെ ഉണ്ട് ദേവസ്വക്കുട്ടിക്ക് ഇഷ്ടം പോലെ സേവകന്മാര്. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം. അതൊക്കെ ചേട്ടന്റെ കാര്യം. പിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ണൂർക്ക് പോകും. നാളെ അവിടെ ലേലമാ. പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാ ബാക്കി പറയണ്ട. എടോ, തന്നെ ഇതുവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിണ്ടാ? അതില്ല, എങ്കിലും കരുതിയിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആ അമ്പലക്കാടൻ എന്നെ അബ്കാരി രംഗത്ത് തന്നെ തട്ടാൻ നോക്കിയിരിക്കുക. അതൊന്നും ഇല്ലാന്നേ. അമ്പലക്കാരന്റെ വഴി, രവിക്ക് രവിയുടെ വഴി, അത്രേ ഉള്ളൂ. ഉദാഹരണമോ ഇത് വലിയ ശല്യായില്ലോ നേരെ വിളിച്ചപ്പോ. ഹലോ, ഞാൻ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുറ്റും പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പോലീസുകാർക്ക് വട്ടണ്. സാർ അതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോന്നോളോ. അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. ഒരു പ്രശ്നമില്ലെന്നേ. ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അത് അപ്പനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോ, പിന്നെ ചെയ്യേണ്ടത് പിന്നെ. ശരിയാ, വളരെ ശരിയാ. ഞാനിപ്പോ എത്താം. എന്താ ഇൻസ്പെക്ടർ സാറേ, ദേവസ്വയുടെ ബാങ്കിന്റെ പോയി പോലീസും പട്ടാളമൊക്കെ? നിങ്ങളാരാ? റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമൻ സാറേ, ഇങ്ങോട്ട് പോന്നോളോ.
സാറ് നമ്മുടെ സ്വന്തം ആളാണ്, പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോന്നോളൂ. ചെല്ലട്ടെ. വന്നോളൂ വന്നോളൂന്നേ. ഇവറ്റകളെ കൊണ്ട് തോറ്റൂന്നേ. കാലത്ത് തൊട്ട് വന്ന് നിൽക്കണം നിപ്പാണ്. ഈ പോലീസിന് ഇത്ര ബുദ്ധിയില്ലേ? ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോ അവരുടെ കണക്കൂട്ടില് തെറ്റും. അതാണ് അതാണ്. വന്നോളൂ. എല്ലാം നമ്പർ 20 ആണല്ലോ. അതെ, ഇവിടത്തെ ഒരു പതിവിന്റെ എല്ലാ മാസവും 1-ാം തീയതിയാണ്. അറിയാം, ഒക്കെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു വേണം. അതിനെന്താണ്, ഈ ക്യാഷിന്റെ കാര്യമൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പനുള്ള കാലത്ത് തന്നെ അങ്ങനെയാണ്. സ്റ്റാഫിനും കൂടി ഡീറ്റെയിൽസ് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇത്ര സേഫേ. ഇരിക്കോട്ടോ. ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ഇത്രയും കള്ളപ്പണം പൂഴ്ത്തി വയ്ക്കുന്നത് തെറ്റല്ലേ ദേവസി? ആ പണമൊക്കെ പെട്ടിലാക്കിക്കോളൂ, ആവശ്യക്കാർ ഉപകരിക്കട്ടെ. പുറത്ത് പോലീസ് ഉണ്ടെന്ന് വിചാരിച്ച് ബഹളം വയ്ക്കാൻ നിന്ന നഷ്ടം എനിക്കല്ല, തനിക്കാ. ഇതിനകത്തുള്ളത് ഈ നാട്ടിലെ പല പ്രമുഖരുടെയും കള്ളപ്പണമാണ്. ഇതെവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ ദേവസി വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമുള്ളൂ. ദാ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന്. കുട്ടികളില്ലേ വീട്ടില്, കളിക്കാൻ കൊടുക്കാം. കളിത്തോക്ക പോട്ടെ. വരട്ടെ സാറേ. പോലീസുകാരുടെ ഓരോ കഷ്ടപ്പാടേ. താങ്ക് യു ഇൻസ്പെക്ടർ. ഈ കാർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. ഇത് അവിടെ തന്നെ എത്തിച്ച ഉപകാരം. നവദമ്പതികളെ, ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും ഇവിടെ സംഘടിപ്പിച്ച ഈ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. അത് കുറെ മൂഢന്മാരെ ഏറ്റുപാടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സ്വർഗത്തിൽ വെച്ചല്ല നടക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന യുവമിഥുനങ്ങൾ. ഞാൻ ഇതിന്റെ സംഘാടകരോട് അന്വേഷിച്ചു, ആരാണ് ഈ യുവമിഥുനങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളും പുടവകളും സംഭാവന നൽകിയെന്ന്. കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. സ്വന്തം പേര് പോലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ സ്നേഹി, ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്, ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്
ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം സർ. വണക്കം സർ. സാർ സാറിന് തരാൻ വേണ്ടി ഇപ്പൊ ഒരാൾ കൊണ്ട് തന്നാ. ഇത് ബോംബൊന്നും അല്ലല്ലോ. ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ ആയുസ്സും ആരോഗ്യം നേർന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ പുകഴ്ത്തിയതും നമസ്കരിച്ചതും നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ഗോപുരം ചിട്ടി ഫണ്ട്സിൽ നിക്ഷേപിച്ച കള്ളപ്പണം എടുത്താണ് ആ സമൂഹ വിവാഹത്തിന് സംഭാവന നൽകിയത്. കള്ളപ്പണത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്ന അല്ലയോ മന്ത്രി, നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ പണം കുറെ പേർക്ക് ജീവിതം നൽകിയിരുന്നു. എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. താൻ ആദ്യം സമാധാനിക്കടോ. എത്ര വെള്ളം കുടിച്ചു കൂട്ടുന്നേ? എങ്ങനെ സമാധാനിക്കാന്ന്? അപ്പൻ അപ്പാപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ പേര് നമ്മൾ കളഞ്ഞില്ലേ? എന്നാലും തനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഹേയ്, ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മള് 2 ആളിങ്ങനെ നിൽക്കണു. നെയ്യെ എന്റെ പിന്നിൽ കൂടെ വന്നിട്ട് എന്റെ തല കൊയ്യെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവനെ കണ്ടാൽ തോന്നില്ലെന്നേ. ആ നോട്ടം, ആ ഭാവം, ആ സംസാരം നല്ല സ്റ്റൈലിന്ന് ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു. നമ്മൾ 2 കൈ നീട്ടി കൊണ്ടുവരണ്ടായി. ആ സർക്കിളിന് ഒതുക്കാൻ എന്തായാലും ഇത് ഉപകരിക്കും. ഈ സംഭവം വെച്ചുകൊണ്ട് ഞാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. വെള്ളം എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. സെക്ടർ നമ്പർ 5 ഏതോ വീട്ടിലാണ് അവന്റെ താമസം. സർ. ഏത് വീടാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് വീട് സെർച്ച് ചെയ്യണം. സർ. ആരെങ്കിലും സംശയം തോന്നിയാൽ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. ഓക്കെ സർ. കടപ്പുറത്ത് എത്തി പോലീസ്. എല്ലാ കുടിലുകളിലും നിങ്ങളെ തെരഞ്ഞു. അവസാനം അങ്ങാടിയിൽ അഹമ്മദ് ക പാർട്ടി ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴാ പോലീസിന്റെ ശല്യം തീർന്നത്. നിങ്ങളെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ച് ചത്തേനെ. ആരെ പേടിക്കാനാ ജമാലെ? എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം പിടികിട്ടി. എന്താ? നിങ്ങൾ മുസ്ലിം തന്നെ. നബിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? എങ്കിൽ ഭഗവത്ഗീതയിലെ 3-4 ശ്ലോകങ്ങൾ ചൊല്ലിത്തരട്ടെ. അല്ലോ വേണ്ട, അന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പോലീസ് ഇവിടെ പണിയെടുക്കുന്ന തള്ളിയല്ലത്. എടുത്തോട്ടോക്ക്.
ഇവിടെ എങ്ങനെ എത്തി? വേണോന്ന് വെച്ചാൽ എവിടെ എത്താൻ പറ്റത്ത്? ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ആര്? എന്റെ മനസ്സ്. അതിശയം തന്നെ കേട്ടോ. ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. ആനി എന്നെ കാണണമെന്ന് വിചാരിച്ചു, ഞാൻ വന്നു. ടോണി മുരളീധരൻ നായരെ അറിയോ? ഏത് മുരളീധരൻ നായര്? കസ്റ്റംസിലെ. കസ്റ്റംസിലെ? ഓ കസ്റ്റംസിലെ മുരളീധരൻ നായര്. അറിയാം. ഡാഡിയുടെ സുഹൃത്താ. ഞാൻ പിന്നെ എപ്പോഴും ഫീൽഡ് വർക്കിലാണല്ലോ. ഈ കള്ളക്കടത്തുകാരുടെ ശല്യം ഉണ്ടേ, അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആനി നടന്നോളൂ. അല്ല, ഡാഡി ടോണിയെ പരിചയപ്പെടണം പറഞ്ഞിരിക്കുക. അയ്യോ, ഡാഡിയോടൊക്കെ എന്നെ പറ്റി പറഞ്ഞോ? എന്താ പേടിയുണ്ടോ? ഏയ് പേടിയൊന്നുമില്ല, പറഞ്ഞോന്ന് ചോദിച്ചതേ ഉള്ളൂ. പറഞ്ഞു. ഇനി കാണുമ്പോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുക എന്നോട്. അയ്യോ, അതൊക്കെ ഇനി ഒരു ദിവസം ആവാം. മാത്രമല്ല, ഞാൻ ഒഫീഷ്യലായിട്ട് കുറച്ച് ബിസിയുമാണ്. ഒഴി വിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം, എന്നിട്ട് വരാം. ഇപ്പൊ ഞാൻ മറ്റേ വാ. അല്ലെങ്കിൽ എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ ഡാഡിയെ കണ്ടുകളെ. കയറിയാ മലെ. പോണ്ട, ഇത് ചതിയാ. ഈ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ കൊണ്ടുവന്നിരിക്കുക. വരുന്നേ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ വാ. ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ടോണി. ഹലോ. പള്ളിയിൽ വെച്ച് കണ്ടതാ. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വന്നത്. നന്നായി. ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് മിസ്റ്റർ മാത്യൂസ്, സിറ്റി പോലീസ് കമ്മീഷണർ. ഐ എം ടോണി ലൂയിസ്. ഇത് ജമാൽ. ഹലോ. മാത്യൂസ് എന്റെ കസിനാ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ വന്നുകൊണ്ടല്ലോ. ഒരുപാട് ജോലിയുണ്ട്. നാട്ടിലെ കള്ളന്മാര് കൂടുമ്പോഴാണ് പോലീസുകാർക്ക് ജോലി കൂടുക. സത്യം, ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ ആനി, പിന്നെ കാണാം. ഇരിക്കും ടോണി. ഹലോ. ഹായ് ടോണി. ആനിയോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടാണോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊക്കളഞ്ഞത്? അവിടെ ഡാഡിയുടെ മുമ്പിൽ വെച്ച് എന്ത് സംസാരിക്കാനാ? മാത്രമല്ല, ആ ജമാലിന് നല്ല സുഖമില്ലായിരുന്നു. എന്താ ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? പറയാം. നാളെ വൈകുന്നേരം ഫ്രീ ആവോ? ഒരു 5 മണിക്ക്. എവിടെ കാണാമെന്ന് ഞാൻ രാവിലെ വിളിച്ച് പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പറയാൻ ഇത്ര വിഷമം? ഇന്നലെ ടോണി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഡാഡിക്ക് ടോണി ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൂടിയാണ് ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റാവുമെന്ന് എനിക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചുകൂടാ. സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്കില്ല. ടോണി എന്താ ഈ പറയുന്നത്? ടോണി എന്ന പേരെ എനിക്കറിയൂ. എനിക്കിനി ഒരുപാട് പേരുകളുണ്ട്. വാസുദേവൻ, പപ്പൻ, ശങ്കർ, രാമകൃഷ്ണൻ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വയം കൽപ്പിക്കുന്ന പേരുകൾ. അതിലൊന്നാണ് ടോണി. ഞാനൊരു കള്ളനാണ് അനി. സത്യം, ശരിക്കും ഒരു കള്ളൻ. ഈ വഴിയിൽ എത്തിപ്പെടുന്നവർക്ക് പറയാനുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്കുമുണ്ട്. അനാഥത്വം, വഞ്ചന, ക്രൂരമായ ഒട്ടേറെ അനുഭവങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അന്ന് രാത്രി പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് ആനിയുടെ ബെഡ്റൂമിൽ ഞാൻ എത്തിപ്പെട്ടത്. തൽക്കാലത്ത് രക്ഷയ്ക്ക് വേണ്ടി പറയാവുന്ന കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പാവം ആനി അതൊക്കെ വിശ്വസിച്ചു. ഇനി ഇത് വളരാൻ അനുവദിച്ചുകൂടാ. കണ്ടുമുട്ടുമ്പോഴൊക്കെ ആനിയോട് സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം അറിയാതെ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരിക്കും. ആനി നല്ല കുട്ടിയാണ്. സ്വഭാവ ഗുണവും സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനുമായിട്ടുള്ള പരിചയം വെറും ഒരു കടങ്കഥയായിട്ട് കരുതിയാൽ മതി. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. അമ്മ ഒരു കള്ളനെ പരിചയപ്പെട്ട കഥ. മുമ്പ് പറഞ്ഞ കള്ളങ്ങൾക്കും ഇപ്പൊ പറയുന്ന ഈ സത്യത്തിനും ആനി എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.
മധ്യത്തിൽ പട്ടാപ്പകൽ നടക്കുന്ന കളവുകൾക്കെല്ലാം സർക്കിൾ ഇൻസ്പെക്ടർ ശേഖരൻ കൂട്ടുനിൽക്കുന്നുണ്ടെന്നാണ് പൊതുജന സംസാരം. പോലീസിന്റെ സഹായത്തോടെയുള്ള ഈ മോഷണകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ തയ്യാറെടുത്തു വരികയാണ്. കള്ളന് കാവൽ നിൽക്കുന്നവനാണ് കൂടുതൽ കുറ്റവാളി. ആ നിലയ്ക്ക് ഇൻസ്പെക്ടർ ശേഖരനെതിരെ പരസ്യമായ അന്വേഷണം നടത്തുകയും ശേഖരന്റെ കുടുംബ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അന്വേഷണം പൂർത്തിയാവുന്നതുവരെ സർവീസിൽ നിന്ന് വിട്ടുമാറി. ഈ അമ്പലക്കാടന്മാർ പൊതുവെ പകക്ക് പേര് കേട്ടവരാ, കൃഷ്ണേട്ടൻ പ്രത്യേകിച്ചും. അന്ന് സാർ അയാളെ പിണക്കി വിട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി അബദ്ധമായി പോയെന്ന്. പിന്നെ എന്റെ ഓഫീസിൽ കയറുമെന്ന് എന്നോട് അധിക പ്രസംഗം പറഞ്ഞ ഒരുത്തനെ ഞാൻ പൂജിക്കണോ? അല്ല സാറ്, ഒരു പണക്കാരൻ മാത്രമാണ് സാരല്ലായിരുന്നു. ഒരു പത്രം കയ്യിലുണ്ടായി പോയില്ലേ, തോന്നിയതുപോലെ എന്തും എഴുതാലോ. നമുക്ക് തിരിച്ചു വല്ലതും എഴുതാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തോ താനീ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്? എന്താ വായിച്ചിട്ട് അർത്ഥം മനസ്സിലായില്ലേ? അതോ മലയാളം അറിയില്ലേ? ഒരു മഞ്ഞപ്പത്രം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് താൻ ആരെക്കുറിച്ചും എന്തു എഴുതും അല്ലേ? എഴുതേണ്ടി വന്നാൽ എഴുതും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. പട്ടണത്തിൽ വേറെയും ഉണ്ടല്ലോ പത്രങ്ങൾ. അല്ലെങ്കിൽ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അല്ലാതെ പൗരബോധമുള്ള പത്രാധിപരുടെ നേർക്ക് മെക്കിട്ട് കയറാൻ പറയരുത്. പൗരബോധമുള്ള പത്രാധിപർ പന്ന റാസ്കൽ, 10 കാശിന്റെ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ വിഷച്ചാരായം കുടിപ്പിച്ച് കൊല്ലിക്കുന്ന നീ തത്വം പ്രസംഗിക്കുന്നടാ. നാളത്തെ പത്രത്തിൽ ഇതോ എഴുത്, പൗരബോധമുള്ള പത്രാധിപരെ ഓഫീസിൽ കയറി അടിച്ചെന്ന്.